ഹലോ ചങ്ങായിസ്, നമ്മുടെ ട്രിപ്പിൻ്റെ ഫൈനൽ വ്ളോഗാണ് ഡേ 4 ഊട്ടി. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ വ്ളോഗിൻ്റെ ആദ്യമൊക്കെ ഞാൻ ഊട്ടി കുതിരയെ പോലെ ചാടി ചാടി നിൽക്കുന്നുണ്ടെങ്കിലും ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ അണങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഡിസ്ക്ലെയിമർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതാണെന്ന് ആരും ചോദിക്കരുത്. എൻ്റെ സിംബക്കുട്ടൻ്റെ പദ്യപാരായണമാണ്. നിങ്ങൾക്കത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഊട്ടി ഗാർഡനിലാണ്. ഇവിടെ കുറേ നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബോട്ടിങ്ങിനാണ്. ആക്ച്വലി എനിക്ക് മുത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. കാരണമുണ്ട്, നമുക്ക് വെള്ളവും ഭയങ്കര പേടിയാണ്. സോ നമ്മൾ ബോട്ടിങ് ചെയ്യാതെ അതിന് പകരം മിനി ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു, പക്ഷെ കുറച്ച് ദൂരം മാത്രമേ കൊണ്ടുപോകുള്ളായിരുന്നു. ഈ ഒരു ട്രിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. എൻ്റെ നിറയെ ചൂട് കുരുക്കൾ എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു എന്നൊന്നും അറിയത്തില്ല. മേ ബി ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഒന്നും കഴിക്കാനോ കുടിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുൾ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി. പിന്നെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ കണ്ട് അവർക്കൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഊട്ടിയോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു, അത് ഞാൻ മിസ് ചെയ്തു, എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ മുന്നക്കുട്ടന് ഈ ഒരു മാംഗോ ബാർ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചപ്പോൾ ഭയങ്കര ആശ്വാസം തോന്നി കേട്ടോ. പിന്നെ രാത്രിയിൽ നമ്മൾ ബെറോട്ടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, അതും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.